അല്ല മൂന്നാറ്. അഞ്ചേ ട്രിപ്പല്ലേ? നമ്മള് ട്രിപ്പ് നമ്മള് യാത്ര തുടങ്ങി. നമ്മളെ എണ്ണ അടിക്കാൻ കയറ്റിയിരിക്കുകയാണ് ഇവിടെ HP-ല്. ഇപ്പൊ നമ്മള് ഫുൾ ടാങ്കാണ് ടയേഴ്സ് അടിക്കുന്നത്. കുറെ ഫുൾ ടാങ്ക് അടിയപ്പോ എല്ലാരും ഉണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ട്രിപ്പ് ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ഫുൾ ടാങ്ക് എണ്ണ ആദ്യം അടിക്കുക, പിന്നെ മൂടില്ലേ. അപ്പൊ നമ്മുടെ ഇതില് വണ്ടിയുടെ കട്ട് ഓഫ് കണക്കിൽ ഇത്രയാണ് എണ്ണ ഇതിൽ കയറിയിട്ടുള്ളത്. പിന്നെ വണ്ടിയിൽ ഓൾറെഡി ഉള്ള എണ്ണ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് രണ്ടാമറി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഷെഫി എല്ലാരും വെൽക്കം ബാക്ക് ടു BW വേൾഡ്. നമസ്കാരം കേട്ടോ. അംജ വിളിക്കണ്ട് പോയാക്കട്ടെ. എന്താ എന്തിനു പറഞ്ഞേ? ഓണത്തെ പറഞ്ഞേ. അല്ല അടിച്ചപൊളി ടീംസ് ആണ് ഗൈസ്. നമ്മളിവിടെ അടിപൊളിയാണ് കേട്ടോ. നൈസാണ്. അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു ചായ കണ്ടുപിടിപ്പിക്കാം. അത്രേ ഉള്ളൂ. ചായ പിടിപ്പിക്കാം. ചായ നമ്മൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ചായ വന്നിട്ടുണ്ട്. രണ്ട് ചേപ്പിയാ ചായ കരക്ക. അഞ്ചേരുന്ന ചായ എനിക്ക് പറയാനുള്ള ഒരു സാൻഡ്വിച്ച്. ഇത് സാൻഡ്വിച്ച് തരണ്ട്. ചായ എന്താ പാട്? ചായ കുഴപ്പമില്ല. ഞങ്ങള് കടിയുടെ വെയിറ്റിംഗിലാണ്. അല്ല അച്ഛോ, കടി വെയിറ്റിംഗ്. കടി വെയിറ്റിംഗ് എത്തി. നമ്മളെ ലോകണ്ട് തുടങ്ങാൻ പോകുന്നത്. മൂന്നാർ എത്തിയാറല്ലേ വില? ഇവിടുന്ന് മൂന്നാറേക്ക് 100 കിലോമീറ്റർ. അങ്ങോട്ട് ആ കാണുന്ന റോഡാണ് മൂന്നാറേക്ക്. ചായക്കടക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കയറിയാണ്. ഇപ്പോഴാണ് പെരുമ്പാവൂർ മംഗ്ലൂസിന്റെ നാടെന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഇടിച്ച ചായക്കട. ഇപ്പൊ എല്ലാരും ചായയൊക്കെ കുടിച്ച് നമ്മുടെ വണ്ടി ഇതാ. അങ്ങനെ നമ്മള് സുബൈസ്കാരം കഴിഞ്ഞു. എന്താ നമ്മള് സുബൈസ് കഴിച്ച വണ്ടി. അപ്പൊ നമ്മള് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറ് ഒരാൾ ഉറങ്ങാണ്. അംജോ ഉറങ്ങാണ്. ഡ്രൈവ് ഫുള്ള്. അപ്പൊ നമ്മടെ ഫ്രണ്ടില് പശ എന്തെന്ന് പറഞ്ഞേ? എവിടെയാണ്? ക്ലൈമറ്റ് നല്ല തണുപ്പാട്ടാ. പൊടികൾ കെട്ടിന്റെ ഉള്ളിക്കല്ലേ? പോത്ത് റോഡ് ബ്ലോക്ക് ആക്കിട്ടേ. പശു എന്താന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെ എന്തിനൊക്കെ കാണാണ്ട്. ഫുൾ ഡേ ട്രക്കിംഗ്. ഹോളിഡേ ഇതല്ലോ ഫുള്ള്. എന്താ അവര് ഇവിടെ കയറി ഫീൽ ഫുള്ള് ഹോളിഡേ ഹൗസ് ഓൺ ഫാമിലീസ്. അങ്ങനെ നമ്മള് ബിൽഡിംഗ് റൂം to the forest with the wood in the mouth.
അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കാൻ പോവല്ലേ? മൂന്നാറ്, മനോഹരമായ മൂന്നാറ്. എന്താ ഉണ്ടാത്ത് ഫ്രണ്ട്സ്? അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അല്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ നോക്കിയപ്പോ ഇതാണ് ബാള റെസ്റ്റോറന്റ്. നല്ല ഫുഡാന്നാ പറയണത്, അറിയില്ല. അവിടെ മലയാളിയുടെ റെസ്റ്റോറന്റ്. ഇവിടെ മലയാളിയുടെ ഇവിടെ ഉണ്ടാ? നമ്മള് മലയാളിയുടെ റെസ്റ്റോറന്റ് നോക്കിട്ടാ പോണത്. ഓ അതന്നെ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ SN റെസ്റ്റോറൻറ്റിൽ നിന്ന് മൂന്നാറിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിക്കാൻ കേട്ടോ. നമ്മളിവിടെ ആദിലുണ്ട്, അംജദ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വാരുണ്ട്, പിന്നെ നമ്മുടെ ചെക്കനും ഉണ്ട് ഷിഫിന്, പിന്നെ കൂട്ടത്തിൽ നമ്മളും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം മൂന്നാർ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ പോകുന്നോളിയും വരാൻ നിൽക്കണവരൊക്കെ ഇപ്പോൾ പോരുക മൂന്നാറിലേക്ക്. ഒരേ മൂട് അല്ലേ? അതിലെ എന്താ പാടി മൂന്നാറിലേക്ക് ഇപ്പോൾ വന്ന സെറ്റല്ലേ? വൈബ് ക്ലൈമറ്റ് 18. അപ്പോ ഊട്ടി ഫുള്ള് റഷാന്ന് കേൾക്കണ. ഇപ്പൊ ഊട്ടി പോയാൽ ബ്ലോക്ക് ആവുന്ന പറഞ്ഞു. അപ്പൊ നേരെ ഇങ്ങോട്ട് പോരാ, നേരെ ഇങ്ങോട്ട് പോരാ. എന്ത് പറയാനുള്ളത്? ഫുൾ ബ്ലോക്കാന്ന് പറഞ്ഞ നമ്മള് എവിടേക്ക് വരിക? നമ്മള് മൂന്നാറ് വരിക. മൂന്നാറ് എന്ത് പാടി? മൂന്നാറ് വരിക. അപ്പൊ എന്താ കായ്സ് പോയോ? നമുക്ക് റൂമിൽ പോയല്ലേ എല്ലാവർക്കും? മൂന്നാറിക്ക് വരുമ്പോ ആനകളൊന്നും പ്രതീക്ഷിക്കത്തില്ല. ആനൊന്നുമില്ല. ആന ഒക്കെ കാട്ടി കയറിയിരിക്കാണ്. ഒരു പരിചയം പോലും ഇല്ല അവിടെ. പക്ഷെ സെറ്റ് ക്ലൈമറ്റ് ആട്ടോ. എപ്പൊ വന്നവർക്ക് നല്ല വൈബ് ക്ലൈമറ്റ് കിട്ടും അല്ലേ? അതാ കിടിലം വ്യൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഫുൾ സംബന്ധം എന്താ വെച്ചാൽ മൂന്നാർ വേറെ ലെവലാക്കാൻ പോവാന്നാണ് പറഞ്ഞേക്കണേ. അതിന്റെ ഭാഗമായിട്ടാണ് ഫുള്ള് JCB ഇതുപോലെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. റോഡ് വീതി കൂട്ടാണ് സംഭവം. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ കാണുന്നത് അല്ലേ? പിന്നെ കൊളുക്കുമല മറ്റേ ഇലക്ഷന്റെ സമയമായതുകൊണ്ട് അവര് അങ്ങോട്ടും കാരണം അതർ സ്റ്റേറ്റ് ആയതുകൊണ്ട് വൻ വിഷയമാണ്. അതെ, പിന്നെ കയറാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അത് ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് നേരെ അവിടെ വെച്ചിട്ട് കാണാം. അതിന്റെ മുമ്പേ നമ്മുടെ റൂമിൽ എത്തിയിട്ട് കുറച്ച് വിശേഷങ്ങളുണ്ട്. ഫുള്ള് സെറ്റ്. ഇവിടെ ഒരു കിടിലെ പോയതുണ്ടല്ലോ. അതിലെ പോയല്ലത് ഇതൊരു പുഴയാണ്. ഇതിങ്ങനെ ഒഴുകി വരുന്നുണ്ട് പാലത്തിനടി കൂടെ. പക്ഷെ അവസാനിക്കണത് മരമൊക്കെ ഏത് കാലിനടയൊക്കെ പോടുന്നൊരു പിടുത്തമില്ല. എനിക്ക് തോന്നുന്നതേ ഇതിങ്ങനെ അണ്ടർ പാസിംഗ് വരുന്നുണ്ട്. അണ്ടർ പാസിംഗ് ആണ്. ഇങ്ങനെ അടി കൂടെ പോകുന്നത്. ഇത് മലയാണ് മൊത്തത്തിൽ. അതല്ല, അത് ന്യൂ ടെക്നോളജി. അത് കാലുമാന ട്രൗസറിന്റെ പോലെ ആവും. എന്ത് പറയാനുള്ളേ? എല്ലാരും BW വേൾഡ് സപ്പോർട്ട് ചെയ്യാറി. എല്ലാരും BW വേൾഡ് സപ്പോർട്ട് ചെയ്യാ. ലൈക്ക് ഷെയർ ഫുൾ അതിൽ വരും അല്ലേ? പിന്നെ നമ്മുടെ ചെക്കേ, നമ്മുടെ ചങ്ക് ബ്രോ, ഇന്റെ ചങ്ക് ബ്രോ അല്ലേ? മറ്റേ നമ്മുടെ ഫാനാണ്. അതെ. അപ്പൊ ഓട്ടോഗ്രാഫ് എല്ലാം നമ്മുടെ BW വേൾഡിൽ വരും അല്ലേ? അതെ. നമ്മുടെ ശംഖുപടി. നമ്മളെ റൂമിലോട്ട് പോണതിന്റെ അവിടെ മെയിൻ കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് രാഷ്ട്രീയത്തിന്റെ കൂടിയാണ്. LDF UDF ഗ്യാസ് ഉണ്ട് ഇവിടെ. നമ്മള് നിക്കണത് ആ കാണുന്ന ഇതിലാണ് ട്ടോ, ടവറിലാണ്. കാണിക്കേണ്ട കാഴ്ചയാണ്. ഇവിടെ ഗ്യാസിന് യാതൊരു ബുദ്ധിമുട്ടില്ല. മൂന്നാറിൽ ഗ്യാസിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് ഇപ്പൊ നമ്മള് കണ്ടത്. അംജദേ, ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ട് മൂന്നാറിൽ. പോലെ ഗ്യാസ്
അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഗായ്സ്. MJ ഇതാണ് നമ്മുടെ യെസ് നിക്കുന്ന സ്ഥലം അല്ലേ, അങ്ങനെ പറയണം, നിക്കുന്ന സ്ഥലം. അതാണ് ഒരു മൂഡ്. എന്ത് ബിൽഡിങ് നമ്മുടെ ഇതാ ഫ്ലാറ്റ് നമ്പറാ, കിടിലെ റൂമാട്ടാ, കാണിച്ചു തരാം. നല്ല അടിപൊളി സൗകര്യമാണ് ഗായ്സ്, സത്യം പറയാൻ അടിപൊളി സൗകര്യമാണ്. പിന്നെ പോരാത്തതിന് ഏറ്റവും അനുകൂല ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഒന്നും നോക്കാനില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതിന് 2500 ആയിരുന്നു, 2300 ചോട്ടി പിടിച്ചു, 300 ചവിട്ടി പിടിച്ച് 5 ആൾക്ക്. കാണിച്ചു തരാം നമ്മുടെ. വാവ് സൂപ്പർ. ഇത് നമ്മുടെ റൂമല്ല കേട്ടോ, അത് നമുക്ക് താൽക്കാലികത്തിനായി മാത്രം തന്നതാ അല്ലേ, താൽക്കാലികത്തിന് മാത്രമായി തന്നതാണിത്. കായ്സ് പൂവാണ് നമ്മള്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂവല്ല, നമുക്ക് ആദ്യം ഇത് നമുക്ക് താൽക്കാലികത്തിൽ കുറച്ചേരം നിൽക്കാൻ വേണ്ടിയിട്ട് തന്ന റൂമാണ്. നമ്മൾ ഇതിന്റെ മേലത്തെ നമുക്ക് 400 സംതിങ് 4th ഫ്ലോറിലാണ് നമ്മളത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. പറയ് ഇത് ഷെഫിന്റെ ആരാന്നൊക്കെയാണ് പറഞ്ഞത്. ഗ്രൗണ്ടാണ് അവിടെ, എന്തോ ഇതാണ് മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ടില്ലേ. പിന്നെന്താ, ഇത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കിടിലം വ്യൂ പോയിന്റ് ആട്ടാ. പിന്നെ അതിന് മുമ്പിൽ തന്നെ ചന്ത ടൗൺ അല്ലേ ഇത്, വർഷാപ്പ് മീൻ മാർക്കറ്റ് കൊണ്ടുപോണ്ട്. മീൻ മാർക്കറ്റ് വർഷാപ്പല്ലേ, മീൻ മാർക്കറ്റ്. ഇപ്പൊ കാര്യങ്ങൾ ഫുള്ള് വേറെ ലെവല്. എന്താ പറയാ, എത്രയല്ലേ ഉള്ളോ സെറ്റ്. ഇതാണ് ട്ടാ നമ്മുടെ ഡൈനിങ് ഹാൾ ഏരിയ ഒക്കെ വരുന്നത്. കിടിലം വ്യൂ ആണ്. മൂന്നാറിക്ക് വരാൻ ഉദ്ദേശിച്ചവരൊക്കെ വേഗം പോരും മക്കളെ. കിടിലം വ്യൂ എന്നുള്ള നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമും കിട്ടും. ഫുള്ള് അടിപൊളിയാണ്. നമ്മൾ X4 എടുക്കാനല്ലോ അവിടെ, പ്രത്യേകിച്ച് നമുക്ക് അതും നോട്ടി അടിപൊളിയായിട്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും മൂന്നാറിൽ ചുറ്റി കറങ്ങാൻ പോവാണ്. ഓക്കെ, സെറ്റല്ലേ? ഇപ്പൊ നമ്മള് മൂന്നാറ് മേലെ ഏകദേശം കേറി. നമ്മൾ എവിടുക്ക പോണേ? ലൊക്കേഷൻ പറ്റില്ല, ഉറങ്ങിട്ടാ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് മൂന്നാറിന്റെ വേറൊരു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാകം ഇത് ഏതാ പാകം സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ വലിയ ഐഡിയ ഇല്ല. അതിലപ്പോ നമ്മള് ഇരിക്കണേ. അംജിതേ, ഇത് ഏതാ പാകം മൂന്നാറിന്റെ? ഇത് എവിടെയാണ് നമ്മളുള്ളത്? മാട്ടപ്പള്ളിയാണിത്? മാട്ടപ്പള്ളിയല്ലോ, മാട്ടപ്പട്ടി. മാട്ടപ്പെട്ടിയിലാണ് നമ്മളുള്ളതാണ് അംജി പറഞ്ഞത്. ഡാമിന്റെ അടുത്താണ്. മാട്ടപ്പെട്ടി ഡാമിന്റെ അടുത്ത്. പക്ഷെ ഇതാണ്ട് നമ്മള് എത്ര കേറി പോയാണ് മേലേക്ക് എത്തണില്ലല്ലേ? ഇതിനെന്താ പാടി? കാട്ടാക്കട അടിപൊളിയാണ്. കാട്ടാക്കട എവിടെയാണ് ഇനി? കാട്ടാക്കട തിരുവനന്തപുരത്താ? ഇതൊക്കെ സ്ഥലങ്ങളല്ലേ. പക്ഷെ നമ്മള് ഇനി ഇവിടുന്നാണ്ട് ഫുള്ള് ഒരേ പോക്ക് അല്ലേ ഫ്രണ്ട്സ്? നമ്മളെ സെറ്റപ്പ് നമ്മള് വെള്ളമൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാം ചെയ്യാം. അതെ അതെ. നല്ല ചൂടുണ്ടല്ലോ ഇത്. ഇരുന്ന് ചൂടായുള്ളതല്ലേ? ചെക്കന്മാര് ഫോട്ടോഷൂട്ടാണ്. നമ്മുടെ ഡിക്കിന്റെ ഉള്ളിൽ സെറ്റപ്പ് നമ്മളെണ്ടാ 5 ലിറ്റർ ഉണ്ടാവില്ല നമ്മൾ ചെയ്ത് 5 ലിറ്ററിന്റെ വെള്ളക്കാനി. പിന്നെ അതാണ്ടാ ഫുൾ ഐറ്റംസ് ഫുള്ള് സെറ്റ് ആയിട്ട് വന്നുള്ളൂ അല്ലേ? ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം നമ്മളെന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെതായ ആ ഒരു മൂടി വരണം.
അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ എന്താക്കാം ഫുള്ള് അടിപൊളിയാക്കാൻ പറ്റുക. അതിലെന്താടാ കാര്യമായിട്ട് നോക്കണ്ടല്ലോ കേട്ടോ. അത്രേ ഉള്ളൂ. SX4 പ്രീമിയം ആവാതിരിക്കളിയാ. ബിസ്മില്ലാ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്താ വെള്ളം നമ്മൾ ഡിക്കി ഇരുന്നിട്ട് നൈസായിട്ട് ചൂടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടല്ല. കാലാവസ്ഥ നല്ല കാലാവസ്ഥ തന്നെ അല്ലേ, പക്ഷെ എന്നാലും ടോട്ടലി ചൂടിന്റെ ഒരു ടാക്സിയാണ് പോയല്ലേ. ഗ്രീന് കളറ് അതിനുള്ളിൽ വെച്ച് എക്കോ പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കൂടി ഒന്ന് പോവാണ്ട് നമ്മൾ കൊറേ കറങ്ങി. ഇനി ഫുഡാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. എന്തായാലും എക്കോ പോയിന്റ് നോക്കണം. എന്താ പറയുള്ളൂ, അങ്ങനെ എക്കോ പോയിന്റ് കണ്ടിട്ട് പിന്നെ ഫുഡ് അടിക്കണം. ഞാൻ അഞ്ചൊക്കെ പറഞ്ഞിട്ട് എക്കോ പോയിന്റ് ഉണ്ട് പറഞ്ഞു. 5 പറഞ്ഞിട്ടാണ് എക്കോ പോയിന്റ് പറഞ്ഞത്. അങ്ങനെ നമ്മള് ഇവിടുന്ന് ഇറങ്ങാട്ടാ. നമ്മുടെ ഇതുണ്ട് ഇവിടെ, എവിടുന്ന അഞ്ചേ നമ്മുടെ ഇതുണ്ട് ഏലക്കായിട്ട് ഇവിടെ, ഏലക്കായ ഏലം വേറെ സ്ഥലത്താണ്. ഇവിടെ ഉണ്ട്. എന്തുപോലാണ് സംകുട്ടി. അത്യാവശ്യം ക്രൗഡ് ഉണ്ട് ഇവിടെ. അപ്പോ ചായ കുടിക്കാൻ പറ്റില്ല. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത്. നമുക്ക് ചായ കുടിക്കാം. പിന്നെ അതോടൊപ്പം ഇവിടെ ഫ്രീ ആയിട്ടാണ് സാധനം കിട്ടുന്നല്ലോ പറഞ്ഞ് എന്തായാലും നോക്കി നോക്കാം. എന്തായാലും നമ്മുടെ അംജ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വന്നിട്ടുണ്ട്. പട്ടിക തേരിക്കണേ ഫാക്ടറിയിൽ വന്നപ്പോ പൈസ കൊടുക്കാന്നാണ് പറഞ്ഞത്. അംജ ഒന്ന് ഇടപെട്ട് നോക്കി കാര്യമായിട്ട്. 120 കിട്ടുമല്ലോ. ടിക്കറ്റ് ചായ കുടിക്കാൻ നമ്മ ഉച്ചക്കത്തെ ചോറ് വൈകിട്ട് ചായ കുടിക്കാം. പക്ഷെ 120 ചായ, 120 ചായ ടിക്കറ്റ്. അപ്പൊ അങ്ങനെ കുടിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട എന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് നെക്സ്റ്റ് നമ്മളെ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോണേ? ചോക്ലേറ്റ് ഫാക്ടറി. ഞാൻ അവിടെ പോയാൽ 500 കൊടുക്കണം. അതറിയില്ല, അത് നോക്കുക. എന്നാലും കുഴപ്പമില്ല, വയറ് നിറച്ചിട്ട് എന്ത് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ അംജേനെ ക്ഷണിക്കാം. ഒരു 120 ചായ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് എന്തൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറിയിൽ അംജ എങ്ങനെയാണ് കാര്യങ്ങള്? ചോക്ലേറ്റ് ഫാക്ടറി പോവാം. അംജിത് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ ചായ കുടിക്കാനുള്ള ചായ കുടിക്കാനുള്ള ഊട്ടീന്ന് ഇവിടുത്തെ സംഭവം ഇവിടുത്തെ സംഭവം കിട്ടില്ല ചായ. പക്ഷെ ഞാൻ കയറിയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫ്രീ ആയിരുന്നു എന്നൊന്നും എത്തിച്ചില്ല. കാരണം നമ്മളന്ന് ചെറിയ ചായ കുടിക്കൊണ്ട് പ്രശ്നമില്ല. ഈ പറഞ്ഞ വില എന്ന് പറയുമ്പോ അംജിത് എങ്ങനെയാണ് സാധാരണ ഫ്രീ ആവില്ല. ഞങ്ങളന്ന് ലാസ്റ്റ് വന്നത് ഫ്രീ ആയ മുതലൊക്കെ. എന്തായാലും നമ്മളിപ്പോ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അംജേന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അംജീനെ നമ്മള് ചോദിക്കുന്നത്. അംജ, ചോക്ലേറ്റ് ഫാക്ടറി ഇല്ലെങ്കിലും ചാമ്പല്ലേ വീടോർക്കും നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട്. അംജ എന്താ പറയുള്ളേ? ഫുള്ള് ഞങ്ങൾ പറഞ്ഞുതരാം. ഫുള്ള് കിടിലെ ചായകളുടെ ടീയുടെ പ്രൊഡക്റ്റുകൾ അല്ലേ, ഫുള്ള് വ്യത്യസ്തമായ സാധനങ്ങൾ. ഇതിൽ ഇവർ ഇതിങ്ങനെ കൊടുക്കുമ്പോ ഫ്രീ ആയിട്ടാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഒരു ചായ ഫ്രീ ആയിട്ട് ചായപ്പൊടി ഏട്ടാ. അല്ല ഷെഫിനാനൊക്കെ എന്താ പറയാനുള്ളത്? സാധാരണ രീതിയിൽ ഇത്ര ചായപ്പൊടി കൊടുക്കുമ്പോ ഇവർക്ക് ഒരു ചായ കൊടുക്കായിരുന്നു. ഒരു ചായ കൊടുക്കായിരുന്നു. പക്ഷെ സാധാരണ ഒരു കൊടുക്കലുണ്ട് നമ്മൾ പറഞ്ഞു കേട്ടോ. നമ്മളെ പറഞ്ഞ് പറ്റിച്ചത്. അതാര് പറ്റിച്ചത്?
മരണപ്പെടും. ഇത് ഉപകാരപ്പെടും. ഇതിലെല്ലാം ഉണ്ട്. അപ്പൊ അറിയാത്തത് ചോദിച്ചറിയണം. അപ്പൊ ചോദിച്ചറിഞ്ഞപ്പോ അംജന് കിട്ടിയിരിക്കണേ മൂന്നാർ സെന്ററിൽ ചായ കൊടുക്കുന്നുണ്ട്. അഞ്ചേ മൂന്നാർ സെന്ററിൽ ചായ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് സാധനം വന്നിക്കണേ. ആ മലമന്ന് പൊട്ടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഓടി നിൽക്കാണ്. മനസ്സിലായില്ലേ? ആ മലമന്ന് പൊട്ടിച്ച് നേരെ വണ്ടിയും വരുന്നുണ്ട്. ഇപ്പൊ മൂപ്പര് ഇപ്പൊ റിവേഴ്സ് എടുക്കാൻ പോയി. അങ്ങനെ പേടിക്കല്ലോ. നമുക്കൊരു പിക്ക് എടുക്കാം. ചായ കിട്ടാതെ ടെൻഷൻ മാറ്റാൻ ഒരു പിക്ക് എടുക്കാം. ചായ അവസാനം കുടിച്ചിട്ടില്ല. നല്ല റേറ്റ് ആയി പോയി. കഴുത്തിറക്കണ റേറ്റ് ആയിരുന്നു. ഇവിടെ കൊടുക്കുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിക്ക് എടുക്കാൻ എല്ലാരും പോരിട്ടാ. പിക്ക് എടുക്കാൻ എല്ലാരും പോരി. പിക്ക് അപ്പുറത്താണ്. വണ്ടി വല്ലതും നോക്കിക്കോട്ടാ. വണ്ടി നോക്കിക്കോ. എന്താ അറിയോ, പിടിച്ചെടുക്കേണ്ട ഏരിയ ഇതാണോ വ്യൂ പോയിന്റ്? വാവ്, സൂപ്പർ. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക, ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. അതൊന്ന് പൊക്കി കറക്കിടുക്കാം അല്ലേ? പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക, ആനന്ദിക്കുക. എന്റെ ആദിലെന്തിറാ ചായ കിട്ടാത്ത പൊള്ളി മൂടില്ലേ? അപ്പോ ഇന്ന് ഇത്ര നിർത്തുന്നില്ല, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും.